ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നും ഒരു കിടുക്കം വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന സാധനം കണ്ടോ, ഇത് പേരറിയാത്ത ഒരു മീനാണ്. ഇന്ന് രാവിലെ മീൻകാരൻ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ പേരെന്തോന്ന് പറഞ്ഞാൽ കൂന്തൽ എന്നാണ് മീൻകാരൻ പറഞ്ഞ പേര്. പക്ഷേ അതല്ല ഇതിൻ്റെ പേര്. ഇതിൻ്റെ ശരിക്കുള്ള പേര് അറിയാവുന്നൊരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ആയിട്ട് ഇടുക. അപ്പോൾ എന്തായാലും ഇവനെ നമ്മൾ ചട്ടി കയറ്റാൻ പോവാണ്. അപ്പം നേരെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ സ്ഥിരം പറയാനുള്ള എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്ത് ബെല്ലൈക്കണുണ്ടല്ലോ, അതിലൂടെ ക്ലിക്ക് ചെയ്താൽ ഇതുപോലത്തെ കിടുക്കം വീഡിയോസ് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ പേരറിയാത്ത അല്ലെങ്കിൽ പേര് എനിക്കറിഞ്ഞുകൂടാത്ത ആ മീൻ. അപ്പോൾ ഇതാ നോക്കിയേ, ഇതിനെ നോക്കാൻ നല്ല എന്താ പറയുക, ഒരു വ്യത്യസ്തതയുണ്ട്. ആ മുഖത്തിനൊക്കെ ആ മൂക്കിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ കുറച്ചൊന്നും പരന്നിരിപ്പുണ്ട്. അതുപോലെ തന്നെ ആ സ്കിന്നൊക്കെ ഉണ്ട്, നമ്മുടെ ആ ഒരു സ്രാവിൻ്റെയൊക്കെ ഒരു സ്കിൻ പോലെ ഭയങ്കര ഹാർഡാണ്. ഒരു സൈഡിലേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ അരവുള്ള ടൈപ്പ്, ആ ഒരു ടൈപ്പ് സ്കിന്ന്. ഇതാ വാലിൻ്റെ ഇവിടെ ഇങ്ങനെ 2 മുള്ളുണ്ട്, നല്ല കട്ടിയുള്ളതാണ്. ഓക്കെ, നോക്കി മറ്റേ ഷാർക്കിൻ്റെ വാലിലൊക്കെ കാണത്തില്ലേ, അതുപോലത്തെ മുള്ളും ആ ഒരു സ്രാവിൻ്റെ പോലത്തെ ഒരു നേച്ചറാണ്. പക്ഷേ എങ്കിൽ മൊത്തത്തിൽ ഒരു വ്യത്യാസം ഉണ്ട് താനും. അപ്പോൾ ഇതിൻ്റെ പേരെന്തായാലും എനിക്കറിയത്തില്ല, നമ്മളിവിടെ ഇതുവരെ കണ്ടിട്ടില്ല. ഞാനപ്പോൾ നെറ്റിലൊക്കെ നോക്കി, പക്ഷേ ഇതിൻ്റെ പേര് കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റിയില്ല. 10 മിനിറ്റിനുള്ളിൽ ചട്ടി കയറാൻ പോകുന്ന ഇവൻ്റെ പേരറിഞ്ഞിട്ട് നമുക്ക് വലിയ കാര്യമില്ല, നമുക്കറിയേണ്ടത് ഇവൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നാണ്. അതിന് മുമ്പ് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് അടിപൊളിയാക്കി ചെറിയ ചെറിയ പീസൊക്കെ ആക്കി സെറ്റ് ചെയ്തെടുക്കണം. അപ്പം അത് എനിക്കിത്തിരി കട്ടിയുള്ള പണിയായതുകൊണ്ട് മമ്മി അതിനെ സെറ്റ് ചെയ്ത് തരാം എന്നുള്ള രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ സ്രാവിൻ്റെ പോലത്തെ തൊലിയാണെങ്കിലും നമ്മൾ തൊലി പൊളിച്ചാട്ടോ എടുത്തത്. എന്നിട്ട് ഈ കാണുന്ന പോലെ ഇത്രയുള്ള പീസായിട്ട് മുറിച്ചെടുത്തിട്ട് നല്ല മാംസമുള്ള നല്ല കിടുക്കൻ പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതാ നോക്കിയേ, ഇതിനി കുറച്ച് നേരം ഉപ്പൊക്കെ ഇട്ട് ഉപ്പൊക്കെ പിടിക്കാനായിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെച്ചേക്കാം. അരമണിക്കൂർ കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക. അതിലേക്ക് നല്ല മുളക് പൊടി ആവശ്യത്തിന്, ആ മുളകൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ആവശ്യത്തിന് മുളക് പൊടി, ഇത്തിരി മഞ്ഞൾപ്പൊടിയും അതുപോലെ ലേശ ഉപ്പ് അതും ഇട്ട് നന്നായിട്ട് കുഴച്ച് വീണ്ടും ഒരു 15 മിനിറ്റ് മതി. 15 മിനിറ്റ് മാറ്റി വെക്കുക. അപ്പോഴത്തേക്കും നമുക്ക് അപ്പുറത്തെ അടുപ്പിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങാം. അപ്പോൾ ഗൈസ്, എന്നത്തെ പോലെ നമ്മൾ വെളിയിൽ അടുപ്പൊക്കെ സെറ്റ് ചെയ്തു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉരുളി വെച്ചു. ഉരുളി നന്നായിട്ട് ചൂടായപ്പോൾ നല്ല നാടൻ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത്, വെളിച്ചെണ്ണ പെട്ടെന്ന് തന്നെ ചൂടായി വന്ന വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. അപ്പോൾ സ്ഥിരം പറയുന്ന പോലെ കടുക് നല്ല പട്ടേന്ന് പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. അപ്പോൾ ഉലുവയും കടുകും കൂടെ ഒന്ന് സെറ്റായിട്ട് വരട്ടെ. അതിലേക്ക് ലേശം കറിവേപ്പില ഇട്ടു. അപ്പോൾ കറിവേപ്പില നന്നായിട്ട് പൊട്ടുന്നുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മളിത് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് സെറ്റായി കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ കുടംപുളിയാണ് ഇതിൻ്റെ മെയിൻ സാധനം. അപ്പോൾ കുടംപുളിയും കൂടെ ഇട്ടത് നന്നായിട്ടൊന്ന് വാട്ടി ഒരു സ്വർണ്ണ കളറാക്കി എടുക്കുക. അപ്പോൾ അതൊന്ന് സെറ്റായി വന്നപ്പോഴത്തേക്കും നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി അതിനകത്തേക്ക് ഇട്ടു, ലേശം മഞ്ഞൾപ്പൊടി ഇട്ടു. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്ത് പൊടിയൊക്കെ ഒന്ന് മൂത്ത് കിട്ടണം. അപ്പോൾ പൊടി നന്നായിട്ട് മൂത്ത് കിട്ടിക്കഴിഞ്ഞാൽ അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ വെള്ളത്തിൽ കിടന്ന് വേണം നമ്മുടെ മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നല്ല തീയുള്ള കാരണം പെട്ടെന്ന് സംഭവം തിളച്ചു. ആ തിളച്ച ഇതിലേക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുക. അതാ നോക്കിയേ, മീനൊരു ചെറിയ തവിയിൽ പതുക്കെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്, മാംസം ഉടഞ്ഞു പോകാതെ. നമ്മുടെ പുതിയ മീനായതുകൊണ്ട് ഇതിൻ്റെ പരിപാടി എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ മീനൊക്കെ ഇട്ടു. അതിന് മുകളിലേക്ക് ഒരു ഗുമ്മിന് വേണ്ടി നമ്മളൊരു കറിവേപ്പിലയും കൂടി ഇടുവാണ്. അപ്പോൾ കറിവേപ്പിലയുടെ ആ ഒരു സ്മെല്ലും എസൻസും എല്ലാം ഇതിലേക്ക് ഇറങ്ങട്ടെ എന്നുള്ള രീതിയിൽ നമുക്കൊന്ന് മൂടി വെച്ച് കുറച്ച് നേരം വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അതിൻ്റെ അടപ്പൊന്ന് മാറ്റി. അയ്യോ, അടാറൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇതാ നോക്കിയാൽ നല്ല കിടിലൊരു സ്മെല്ല്. ഇതാ നോക്കിയാൽ പളപളാന്ന് തിളയ്ക്കുന്ന ആ ഒരു സൗണ്ടും ആ ഒരു സ്മെല്ലും ഒക്കെ വെച്ചിട്ട് ഒരു കൺട്രോളും കിട്ടുന്നില്ല. അതുപോലത്തെ വായിൽ ഇതാ വെള്ളം ഊടുന്നു. അതിൻ്റെ മേളിലേക്ക് നമ്മൾ ലേശം ഒരു കായപ്പൊടിയും കൂടി ഇട്ടപ്പോൾ അതിൻ്റെ സ്മെല്ല് മൊത്തത്തിൽ അങ്ങ് മാറുന്നില്ല, കിഡ് സ്മെല്ലായി. അപ്പോൾ നോക്കിയതാ
തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ മീൻ കറി. അതിലേക്ക് നമ്മൾ നല്ല പച്ച വെളിച്ചെണ്ണ കുറച്ച് തൂക്കി കൊടുക്കുക, എന്നാലേ അതിൻ്റെ ഒരു ഗുമ്മ് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ സംഭവം അടിപൊളിയായിട്ട് സെറ്റായിട്ട് വരുന്നുണ്ട്. നമ്മുടെ പരിപാടി കഴിഞ്ഞ് നമ്മൾ നേരെ ഇത് അകത്തേക്ക് കൊണ്ടുപോവാണ്. ഗൈസ് സംഭവം കണ്ടിട്ട് എൻ്റെ നാക്കിൽ കപ്പലോടുകയാണ്. ഇത് നോക്കിയാൽ നല്ല അടിപൊളി കളറും ആ സ്മെല്ലും. പക്ഷെ നമ്മൾ ഇന്ന് കഴിക്കുന്നില്ല, നമ്മൾ ഒരു ദിവസം വെച്ചിട്ട് നാളെ കഴിക്കുന്നുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ പിടിച്ച്. മീൻ കറിക്ക് അങ്ങനെയാണ് കേട്ടോ, പിറ്റേ ദിവസം കഴിച്ചാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും പിറ്റേന്ന് നമ്മൾ ഇത്തിരി കപ്പയൊക്കെ ഉണ്ടാക്കി, നല്ല മഞ്ഞ കളറിലെ കപ്പയൊക്കെ ആയിട്ട് നമ്മൾ മീൻ കറിയും കപ്പ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി ഒരു പിടിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ കപ്പയിലേക്ക് ഒരു കിഡിലൻ ഒരു പീസ് അങ്ങ് എടുത്ത് ഇടുകയാണ്. അപ്പോൾ പീസ് മാത്രം പോലെ ഇത്തിരി ഗ്രേവിയും കൂടെ ഉണ്ട്. അപ്പോൾ ഞാൻ ഇത്തിരി ചാറും കൂടെ ആ കപ്പയുടെ മേളിലേക്ക് ഇങ്ങനെ വിതറി കൊടുത്തപ്പോൾ ആ കപ്പയുടെ മഞ്ഞ കളറും ചുമല കളറും അയ്യവ. അപ്പോൾ എന്തായാലും നമ്മളൊരു പീസ് കഴിച്ച് കാണിക്കണം. പല ആൾക്കാരും പറഞ്ഞു ഉണ്ടാക്കുന്ന സാധനം ഒന്ന് കഴിച്ച് കാണിച്ചാലേ ഒരു സംതൃപ്തി വരുള്ളൂ എന്ന്. അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളെ കഴിച്ച് കാണിക്കുകയാണ്. അപ്പോൾ നോക്കി ആ ഒരു ചുമലയും മഞ്ഞയും കോമ്പിനേഷൻ തന്നെ കണ്ടോളൂ. അപ്പോൾ തലേന്നത്തെ കപ്പ പിറ്റേന്ന് കഴിക്കുന്നതാണ് അതിൻ്റെ ഒരു ഗുമ്മ കേട്ടോ. ഒരു ദിവസം ഇരുന്ന് കഴിഞ്ഞാലേ മീൻകറിക്ക് ഒരു മീൻകറിയുടെ സ്വാദ് വരുള്ളൂ. അപ്പോൾ ഗായ്സ് ഇത് നോക്കുക, ഞാൻ നല്ലൊരു പീസിനെടുത്ത് ഞാൻ കഴിച്ച് നോക്കാൻ പോവാണ്. നോക്കിയോ, ഒരു കപ്പയുടെ പീസ് എടുത്തു. അപ്പോൾ ഒരു മീനിൻ്റെ നല്ലൊരു മാംസ കഷ്ണം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രേവിയിലൊക്കെ മുക്കി ചുമപ്പിച്ചെടുത്തിട്ട് നോക്കിയേ നേരെ വായിലേക്ക് വെക്കുക. അയ്യോ പൊളി സാധനം. അപ്പോൾ സംഭവം അടിപൊളിയായിട്ട് എൻ്റെ എരിവും പുളിയും ഒക്കെ ഒരു ദിവസം ഇരുന്നത് കൊണ്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതുപോലത്തെ വലിപ്പമുള്ള നമ്മളിവിടെ കിട്ടുന്ന മീനിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ലെങ്കിലും ഇതിന് വേറൊരു വെറൈറ്റി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ സംഭവം എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ ഒരു ദിവസം നിന്ന് കഴിഞ്ഞാൽ കിഡ് ടേസ്റ്റ് ആകും. അപ്പോൾ അങ്ങനെ മീൻ കറി കഴിക്കാവും, എന്നാലേ ആ ഒരു ഗുമ്മ കിട്ടുള്ളൂ. അപ്പോൾ സംഭവം എന്തായാലും അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മീൻ ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊന്നും ഇതിൻ്റെ പേരറിയാമെങ്കിൽ നോക്കാമായിരുന്നു. പക്ഷെ സംഭവം അടിപൊളിയാണ്. അപ്പോൾ ഞാൻ സ്ഥിരം പറയാറുള്ള എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ ഉണ്ടല്ലോ, അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസൊക്കെ അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പം പുതിയൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നവരെ ആൽബിൻ സൈനിങ് ഓഫ്. ബൈ ബൈ.